കൊച്ചി എന്ന് സിനിമയിൽ നമ്മുടെ സലീമേട്ടൻ മണത്ത് കണ്ടുപിടിച്ചിരുന്നില്ലേ? അതുപോലെ തന്നെയാണ് ഇപ്പോഴും കൊച്ചിയിൽ. എന്തൊക്കെ നിയമങ്ങൾ മാറി വന്നാലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാലും കൊച്ചിക്കാർ വഴിയിൽ മാലിന്യങ്ങൾ തള്ളിക്കൊണ്ടേയിരിക്കും. പാവം ഇവിടുത്തുകാരുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു സാധാരണക്കാരന് ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാനാവാതെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും ചേട്ടാ. മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാര്യം ഇതുപോലെ അഴുക്ക് നിറഞ്ഞു കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. എൻ്റെ വീടിൻ്റെ വഴിയാണ് ഈ കാണുന്നത്. ഒരു 200 മീറ്ററോളം ഞാൻ പഴച്ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ട് അമ്മയിലൊക്കെ വെച്ച് പിടിപ്പിച്ചു. ഇതുപോലെ കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. വളരെ മനോഹരമാക്കി പഴച്ചെടിയൊക്കെ. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഷിബു ഭരതൻ. അഴുക്ക് ചാല് നമുക്കൊരു മനോഹരമാക്കി എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉദാഹരണമാണ്. നമ്മൾക്ക് നിങ്ങൾ എൻ്റെ വീടിൻ്റെ പരിസരത്തേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. കൊച്ചിയല്ല. അതല്ല, മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് അഴുക്ക് ചാലും നമുക്ക് മനോഹരമാക്കാം. അപ്പൊ ഷിബു ചേട്ടൻ പറയുന്നത് സാധാരണക്കാരന് പലതും ചെയ്യാൻ പറ്റുന്ന? അതെ, തീർച്ചയായിട്ടും. നോക്കി കാണാം, ഒന്ന് പരിശ്രമിച്ചാൽ. എല്ലാം വെറൈറ്റി പഴങ്ങളാണല്ലേ? വിദേശി സ്വദേശിയായിട്ടുള്ള ഒത്തിരി വെറൈറ്റി മാവും പ്ലാവും ചാമ്പയും ഒത്തിരി വെറൈറ്റി ഉണ്ട്. എല്ലാം നട്ടിരിക്കുന്ന ഈ കാണുന്നത് പോലെ ഡ്രമ്മും പോട്ടും. ഇത്രയും ചെറിയ മാവില്? അതെ, അതേ തൂക്കം തന്നെ. നമ്മൾ യഥാർത്ഥ മാവിലുണ്ടാണ് തൂക്കം തന്നെ കിട്ടും. ഈ വഴിയിലൊക്കെ വെച്ചാൽ ആർക്കും എടുക്കാന്നാണോ ഫ്രൂട്ട്സ് ഒക്കെ? കുഞ്ഞു കുട്ടികൾക്കൊക്കെ കഴിക്കാം. അത് ആ നിഷ്കളങ്കമായ അവരുടെ ബാല്യകാലത്തിലൊക്കെ കൊച്ചു പറമ്പിലൊക്കെ പറിച്ചു കിടന്നത് പോലെ ഇപ്പം മെട്രോ സിറ്റിയിൽ സ്ഥലമില്ല. പക്ഷെ അതിന് പകരം നമ്മളിത് ചെയ്യുമ്പോൾ അവർക്ക് ആ കുഞ്ഞു കുട്ടിയുടെ മനസ്സിലേക്ക് വരുന്നൊരു അപ്പോൾ ആർക്കും വേണമെങ്കില്ല ഈ വഴി നീളെ പേരക്കയും മാങ്ങയും ചാമ്പയ്ക്കൊക്കെ നിൽപ്പുണ്ട്. അത് കുട്ടികൾക്കെല്ലാം ഇഷ്ടം പോലെ പറിച്ചു കഴിക്കാം. താഴെ ഇതണ്ട, കളറൊക്കെ കണ്ടില്ലേ? ഇത് ചാമ്പയ്ക്കാണ്. തായ്ലൻഡ് ചാമ്പയാണ്. കഴിച്ചു നോക്കി. ഇതിന് മധുരമൊക്കെ ഒന്ന് രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ഇവിടെ വേസ്റ്റ് തള്ളിയിരിക്കുന്ന നമുക്ക് കാണാം. ഇതിന് മുമ്പ് തള്ളിയിരുന്ന വേസ്റ്റുകളൊക്കെ. പക്ഷെ ഇപ്പൊ ഈ ചെടി പിടിപ്പിച്ചൊക്കെ കൊണ്ട് ആരും ഇടാറില്ലാത്ത വെച്ചാൽ ആൾക്കാർക്ക് ഇടാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും മനോഹരമായ കാഴ്ചയുടെ ഇടയിൽ കൂടി ചിലപ്പോൾ അവരുടെ മനസ്സിൻ്റെ ആയിരിക്കാം. എന്നെക്കൊണ്ട് എൻ്റെ ജീവിതത്തിൽ കുറച്ച് സ്ഥലമെങ്കിലും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്തു എന്നുള്ള ഒരു തൃപ്തിക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. അത് കുട്ടികൾക്കും വരും തലമുറക്കും ഇതൊരു ഉപകാരപ്രദമാകുകയും ചെയ്യും. നമ്മളിങ്ങനെ നട്ട് നനച്ച് ഒരു പൂന്തോട്ടമാക്കി ഇങ്ങനെ ഒരു മനോഹരമായ ഉദ്യാനമാക്കി മാറ്റി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് വേസ്റ്റ് തള്ളാൻ അവർക്കൊരു മനസ്സുണ്ടാവില്ല. ഒരു മനുഷ്യനാണെങ്കിൽ തീർച്ചയായിട്ടും ഇടില്ല. അപ്പോൾ മാലിന്യം വലിച്ചെറിയാൻ ഉദ്ദേശിക്കുന്നവരെ കൂടി ചിന്തിപ്പിക്കുകയാണ് ഷിബു ചേട്ടൻ. ഇത് കണ്ടില്ലേ, ഒരു ചെറിയ ബുഷ് ഓറഞ്ച് ഞാൻ കാണിച്ചു തരാം ചേട്ടൻ. ഇത് ഓറഞ്ച് ജ്യൂസ് ആണ്? ഓറഞ്ച് ജ്യൂസ് അല്ല, ബുഷ് ഓറഞ്ച് ആണ്. ഇതൊക്കെ ഒരു തായ്ലൻഡിൽ നിന്ന് തന്നെ. ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയൊരു ഓറഞ്ചിന്റെ ഫ്ലേവറുള്ള ബുഷ് ഓറഞ്ച് ആണ്. ഇത് 5 പേർക്ക് ജ്യൂസ് കുടിക്കുക. ഇതൊരെണ്ണം ഇപ്പം അടിച്ചാണ്. ഇന്ന് കുടിച്ചു നോക്കിയേ. ഒരു നാച്ചുറൽ ജ്യൂസ് നിങ്ങൾക്ക് ലൈവ് ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് പറിച്ചിട്ട് ഇത് കണ്ടില്ല, ഈ ഒരു സാധനത്തിൽ നിന്നാണ് ഈ ജ്യൂസ് കഴിക്കുന്നത് കേട്ടോ. ഇതുപോലെ അഴുക്ക് നിറഞ്ഞു കിടക്കുന്ന സ്ഥലം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമി സ്വർഗവും എന്നൊക്കെ പറഞ്ഞു കേറാറില്ലേ, അത് ഇതിൻ്റെ അപ്പുറത്തേക്കാവും. കാര്യം മനസ്സുണ്ടെങ്കിൽ ഗ്രാൻഡാവും. വേണമെന്ന് വെച്ചാൽ വേരിലും കായ്ക്കുമെന്നത് ചക്കയുടെ മാത്രമല്ല, അത് നമ്മുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. തീർച്ചയായും വേണമെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ പൂന്തോട്ടം വിരിയും ഏത് മാലിന്യ കൂമ്പാരത്തിലും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ജോയ് സിയാറിനൊപ്പം ആദിത്യ നോമനക്കുട്ടൻ, മാതൃഭൂമി ന്യൂസ്.